ആരോഗ്യരംഗത്ത് വൻ കുതിപ്പിലാണ് ഹരിയാന. മെച്ചപ്പെട്ട മെഡിക്കൽ സൗകര്യങ്ങൾ, ഗുണനിലവാരമുള്ള സേവനം, അർഹരായവർക്ക് സൗജന്യ ചികിത്സ, ഒപ്പം സുരക്ഷ എന്നിവയാണ് നായബ് സിംഗ് സൈനി സർക്കാർ ഉറപ്പാക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർവകലാശാലയിലും സൗജന്യ ഡയാലിസിസ് എന്ന പ്രഖ്യാപനത്തോടെയാണ് സൈനി സർക്കാർ ആരംഭിച്ചത്. ഓഗസ്റ്റ് 15 മുതൽ എല്ലാ ജില്ലകളിലെയും ഓരോ സർക്കാർ ആശുപത്രിയിലും സൗജന്യ ചികിത്സ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമം. कि हम डॉक्टरों की केवल पेशेवर सेवाओं के लिए नहीं बल्कि मानव कल्याण के लिए भी सराहना होती है। हरियाणा प्रदेश के अंदर आते ही हमने डायलिसिस को फ्री किया है, उनका कोई पैसा नहीं लगता। हरियाणा प्रदेश के अपने 22 जिला हरियाणा के अंदर हैं। 22 जिलों के अंदर 15 जिलों में हमने मेडिकल कॉलेज खड़े कर दिए हैं। ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണ് നായബ് സിംഗ് സൈനി സർക്കാർ. നിരവധി ആരോഗ്യ പദ്ധതികൾക്കൊപ്പം സാധാരണക്കാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണം കൂടിയാണ് നൽകുന്ന ഉറപ്പ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സൗജന്യ ഡയാലിസിസ് സൗകര്യം ഉറപ്പാക്കിയാണ് സൈനി സർക്കാർ ആരംഭിച്ചത്. ആദ്യം ഒപ്പുവെച്ച തീരുമാനവും മറ്റൊന്നല്ല. 18 अक्टूबर 24 को मुख्यमंत्री कार्यालय में जब मैं आया, पहले ही दिन मैंने अपनी पहली कलम से जो हमने कहा था, हमने अपने संकल्प पत्र में भी ये कहा था और हम लोगों के भी जब संकल्प पत्र में हमने कहा है तो हम लोगों के बीच में इस बात को बोलते थे कि जो किडनी के पेशेंट हैं कि हम आते ही, चाहे सरकारी हॉस्पिटल है चाहे मेडिकल कॉलेज है, हरियाणा प्रदेश के अंदर आते ही हमने डायलिसिस को फ्री किया है, उनका कोई पैसा नहीं लगता. സൈനി സർക്കാരിന്റെ ആരോഗ്യ മന്ത്രം ഇതാണ്. ആരോഗ്യ ഹരിയാന കെട്ടിപ്പടുക്കാനായി ഓരോ പൗരന്റെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി ആരതി സിംഗ് റാവു കൃത്യമായ ഇടപെടലാണ് നടത്തുന്നത്. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് മനുഷ്യരാശിയുടെ യഥാർത്ഥ സേവകർ. ആരോഗ്യ സുരക്ഷിത സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് അവരുടെ സേവന മനോഭാവം, അർപ്പണബോധം, സംവേദനക്ഷമത എന്നിവയാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ചണ്ഡിഗഡിൽ ദേറാബാസി മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു സൈനി. നായബ് സിംഗ് സൈനി മന്ത്രിസഭയുടെ കീഴിൽ നിരവധി ആരോഗ്യ പദ്ധതികളാണ് ഹരിയാനയിൽ നടപ്പിലാക്കുന്നത്. സാധാരണക്കാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒന്നുപോലെ ഗുണകരമാകുന്ന പദ്ധതികൾ. 2014 6 മെഡിക്കൽ കോളേജുകൾ മാത്രമായിരുന്നത് നിലവിൽ 15 വർദ്ധിച്ചു. 9 പുതിയ മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുകയാണ് സൈനി സർക്കാരിന്റെ മോട്ടോ. 2014 6 മെഡിക്കൽ കോളേജുകൾ മാത്രമുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ 15 വർദ്ധിച്ചു. 9 പുതിയ കോളേജുകൾ നിർമ്മാണത്തിലാണ്. മെഡിക്കൽ PG സീറ്റുകളുടെ എണ്ണം 289 നിന്ന് 1043 ഉയർത്തി. കൂടാതെ PG ഡിപ്ലോമയ്ക്ക് 155 സീറ്റുകളുമുണ്ട്. ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നതിനായി 2014 മുതൽ 3798 ഡോക്ടർമാരെ സർക്കാർ നിയമിച്ചിട്ടുമുണ്ട്. ഡോക്ടർമാരുടെ വിരമിക്കൽ പ്രായം 58 നിന്ന് 65 ഉയർത്തുകയും ചെയ്തു. മോദി സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ 2000 രൂപ വരെയാണ് സൗജന്യ ചികിത്സ നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഹരിയാനയിൽ നടപ്പിലാക്കുന്നുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും. ആയുഷ്മാൻ ഭാരത്, ചിരായു പദ്ധതികൾക്ക് കീഴിൽ 1.33 കോടി ആളുകൾ സൗജന്യ ചികിത്സയുടെ പ്രയോജനം നേടിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. हमारे हरियाणा प्रदेश के अंदर आयुष्मान कार्ड योजना के अंदर 1.5 करोड़ लोगों ने अपना രജിസ്ട്രേഷൻ किया हुआ है. കഴിഞ്ഞ 2 വർഷമായി ചൗരസി ഹോസ്പിറ്റലിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മനുഷ്യ സേവന രംഗത്ത് ദേറാബാസി മെഡിക്കൽ അസോസിയേഷന്റെ മഹത്തായ സംഭാവനകളെ അദ്ദേഹം അഭിനന്ദിച്ചു. ഓരോ ഡോക്ടർക്കും മതിയായ സൗകര്യം ഉറപ്പാക്കുക, ഓരോ പൗരനും ശരിയായ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് സൈനി സർക്കാരിന്റെ ലക്ഷ്യം. जो डॉक्टरों की सुरक्षा को सर्वोच्च प्राथमिकता देने का काम वो हरियाणा के अंदर कर रही है. माननीय प्रधानमंत्री जी, जो डॉक्टरों व मेडिकल स्टाफ पर हमला करने वालों को हमने इसके ऊपर एक एक्ट भी बनाया है और हमने उसके रूल्स भी बनाए हैं ताकि
डॉक्टर्स के ऊपर अगर कोई हमला करता है, कोई दिक्कत आ जाती है, तो उसको 3 माह से लेकर के 5 साल तक की सजा का प्रावधान हमने हरियाणा के अंदर वो किया है। ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന. ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാണ്. മോദി സർക്കാർ കൊണ്ടുവന്ന നിയമം വിട്ടുവീഴ്ചയില്ലാതെ ഹരിയാനയിൽ നടപ്പിലാക്കുന്നു. 3 മാസം മുതൽ 5 വർഷം വരെ തടവും 5000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ നൽകാനുള്ള കർശന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. 2.5 കോടിയാണ് സംസ്ഥാനത്തിന്റെ ജനസംഖ്യ. രാജ്യത്തിന്റെ ഹരിതഭൂമി, വൈവിധ്യങ്ങളുടെ സംസ്ഥാനം. അതിവേഗം മുന്നേറുകയാണ് സൈനി സർക്കാരിന്റെ കീഴിൽ ആരോഗ്യ ഹരിയാനയായി.